السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണം അല്ലാഹ്. മുറാദുകൾ നീ സഫലീകരിക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിയവരുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ പരിപൂർണ്ണ നിലക്ക് നീ ഹാസിലാക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിപ്പിക്കണമല്ലോ. നീ വിജയം കൊടുക്കണമല്ലോ. പരലോക വിജയികളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ചേർക്കണമല്ലോ. ഞങ്ങളെ നീ ചേർക്കണമല്ലോ. ഞങ്ങളെ നീ ചേർക്കണമല്ലോ. ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ടം വെക്കുന്നവർ, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങള്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അല്ലാഹുവേ നീ കൊയക്കല്ലല്ലോ. ജീവിതത്തിൽ ഉയർച്ച കൊടുക്കണമല്ലോ. ജീവിതത്തിൽ അഭിവൃദ്ധി കൊടുക്കണമല്ലോ. ഉയരങ്ങളിലേക്ക് നീ എത്തിക്കണമല്ലോ. ഈ മജ്ലിസിന് ധാരാളം ആളുകൾ ഇഷ്ടം വെക്കുന്നവര്, അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചവര്, ഈ മജ്ലിസ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവര്, ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്നവര്, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും നീ കൊയക്കല്ല റബ്ബേ, നീ തളർത്തല്ല നാഥാ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലെ 23ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദിയ മജ്ലിസിൽ ഒരുമിച്ചിട്ടുള്ളത്. ഈ സയ്യിദിയ മജ്ലിസിലെ പ്രഭാത സമയത്ത് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി? ദിക്ർ ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? ദുനിയാവിലും ആഖിറത്തിലും ഈ ദിക്റുകളെ കൊണ്ട്, ഈ സ്വലാത്തിനെ കൊണ്ട്, ഈ ഇസ്തിഗ്ഫാറിനെ കൊണ്ട്
നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവണം. ദുനിയവിയായ കാര്യങ്ങളിലും വിജയം ഉണ്ടാവണം, ഉഖറവിയായ കാര്യങ്ങളിലും വിജയം ഉണ്ടാവണം. വേണ്ടേ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ദുനിയാവിലുള്ള സകല പ്രതിസന്ധികളും നീങ്ങണം, ബുദ്ധിമുട്ടുകൾ നീങ്ങണം, ഇടങ്ങേറുകൾ നീങ്ങണം, എല്ലാ മുസീബത്തുകളും നീങ്ങണം. വേണ്ടേ? വേണം. കടങ്ങൾ വീഴണ്ടേ? നമ്മളെ കാര്യങ്ങളൊക്കെ അടുത്ത് കിട്ടണം. വേണ്ട മുഅ്മിനീങ്ങളെ, അതിനു വേണ്ടിയാണ് നമ്മൾ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നത്, ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത്, സ്വലാത്തിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ, നമ്മൾ ശുദ്ധീകരിക്കണം. സ്വലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഹൃദയങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിനല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കട്ടെ. അതുമാത്രമല്ല നാളെ ആഖിറത്തിലേക്ക് ഈ ദിക്ർ നമുക്ക് ഉപകരിക്കണം. ഖബറിൽ കൊണ്ടുപോയി നമ്മൾ വെക്കുമ്പോഴും ഈ ദിക്ർ ഒരു പ്രകാശമായി, ഒരു കൂട്ടാളിയായി നമ്മോടൊപ്പം എത്തണം. ഈ പ്രഭാത സമയത്ത് എത്തുമെന്ന് മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസ് മുടക്കാതെ ഉള്ള എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്ന ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് തീർച്ചയായിട്ടും എൻ്റെ മുഅ്മിനീങ്ങളെ അവന്റെ ഖബർ പ്രകാശിക്കും. എന്തുകൊണ്ട് പ്രകാശിക്കും? ഈ ദിക്റുകളെ കൊണ്ട് പ്രകാശിക്കും, ഈ സ്വലാത്തിനെ കൊണ്ട് പ്രകാശിക്കും, ഖബർ പ്രകാശിക്കും. അതിനല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിനല്ലാഹു ഭാഗ്യം നൽകട്ടെ. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. നാളത്തേക്കുള്ള ആഖിറത്തിലേക്കുള്ള ആദ്യമായിട്ടുള്ള ഭവനം അൽ ഖബറു, ഖബറാണ്. ഖബറാണ്. ആ ഖബറിൽ രക്ഷവേണ്ട സ്വലാത്തിന്റെ ഈ മജ്ലിസിൽ പങ്കെടുത്തോ. ഖബർ കഴിഞ്ഞിട്ട് നമുക്കൊരു വിചാരണ വരാനുണ്ട് മുഅ്മിനീങ്ങളെ. ആഖിറ ലോകം വിചാരണയുടെ ഒരു സമയം വരാണ്ട്. അവിടെ നമ്മളെ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മകളുടെ ഭാരം കൂടണ്ടേ? ഇതിന് ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്തോ, സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുത്തോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറാത്തുൽ മുസ്തഖീം എന്ന പാലം ആദ്യമായി വിട്ടുകിടക്കുന്നത് മുത്തുനബിയാണ്. മുത്തുനബി നമുക്ക് ശുപാർശകനായി വരണ്ടേ? ശുപാർശക്കായി മുത്തുനബി എത്തണ മുഅ്മിനീങ്ങളെ. ആ പാലം വിട്ട് കടന്നുകൊണ്ട് മുത്തുനബി തിരിച്ചു വരികയാണ്. എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഈ പാലം മുറിച്ചു കിടക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ, ഇടങ്ങേറാവുന്നുണ്ടോ എന്നന്വേഷിക്കാൻ നമ്മൾ ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. ആരെ കൊണ്ട് കഴിയും? ആർക്കുണ്ടോ ഇങ്ങനെ ഒരു നേതാവ്? മരണസമയത്ത് പോലും, സക്കറാത്തിന്റെ അവസ്ഥയിൽ പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ നേതാവ് ആർക്കെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇനി ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് മുഅ്മിനീങ്ങളെ. ആ മുത്തുനബി വന്നുകൊണ്ട് നമുക്ക് ശുപാർശക്കായി എത്തും. അല്ലാഹുവിന്റെ മുന്നിൽ നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കും മുത്തുനബി. ആലോചിച്ച് നോക്കി, അതൊക്കെ നമുക്ക് വേണ്ടേ? അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ, സ്വലാത്ത് അധികരിപ്പിച്ചോ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഈ റബീഉൽ അവ്വൽ പിരിയുമ്പോഴേക്കും ധാരാളം സ്വലാത്തുകൾ നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കണം. 23 28 മറക്കണ്ട നമ്മൾ ഡേറ്റ്. കുറെ ആളുകൾ അറിയിക്കുന്നുണ്ട്. 28 ആവുമ്പോഴേക്കും റിസൾട്ടുകൾ എൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അതിൽ നറുക്കെടുത്തൊരു വിജയം നമ്മൾ പ്രഖ്യാപിക്കും. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്കും സലാം ചൊല്ലി നമ്മോട് പിരിയുമ്പോഴേക്കും
ധാരാളം സ്വലാത്തുകൾ നമ്മളെ അക്കൗണ്ടിലെത്തണം. നീ ഭാഗ്യം നൽകണമല്ല, നീ ഭാഗ്യം നൽകണമല്ല. ആമീൻ പറയുന്ന മുത്തുമീങ്ങളെ, ആമീൻ പറയുന്ന സഹോദരന്മാരെ, ആമീൻ പറയ്. ആമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ വിജയികളെ ഞങ്ങളെ ചേർക്കണമല്ല, വിജയികളെ ചേർക്കണമല്ല. ഈ റബീഉൽ അവ്വൽ മാസം മുതലെടുക്കുന്ന മുതലായവരിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമല്ല. ഹബീബായ തങ്ങളെ മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ല. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ പാണ്ടക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണുറയെ കഅബ കണ്ട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. മാത്രമല്ല നിങ്ങളെ ഹബീബായ തങ്ങളെ ആ റൗള ശരീഫിലേക്കൊന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം ചെല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഏറ്റവും ഭാഗ്യം നൽകണമല്ലോ. മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക്, സ്വലാത്തുൽ ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക്, സ്വലാത്തുകൾ ചൊല്ലിയവർക്ക് അല്ലാഹ് നീ അതിനുള്ള ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, ഉടനെ തന്നെ നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ റൗള ശരീഫിലേക്ക് വിളിക്കുന്ന ഭാഗ്യം എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ഓതുക. പിന്നീട് ദിക്റ് ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط
المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الزمن الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما دموري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മർ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീലിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ല് സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്. ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം 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 റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. അതിന്റെ ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി വൽ ഇക്റാം
ഇക്റാമിത്തിന അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ 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 ഇക്റാം അമിത്തിന അലാ ദീനിൽ ഇസ്ലാം അർഹമുർ റഹീമിനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ' നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലാൻ പോവാണ് 3 സ്വലാത്തുകൾ നമ്മൾ എന്നും ദിനേന ചൊല്ലാറുള്ള സ്വലാത്തുൽ ഫാത്തിഹ പിന്നെ അത് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما
أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. അല്ലാഹുവേ മുത്തിനവനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും ഉദവി നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് നടക്കുന്ന സ്വലാത്തിന്റെ ജലഞ്ചിലല്ലോ ഞങ്ങൾ ചേർന്നുവല്ലോ. നീ സ്വീകരിക്കണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ആ സ്വലാത്തുകളെ കൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണമല്ലോ. വിജയം നൽകണമല്ലോ. വിജയം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്ത് എൻ്റെ മഹദിമാരെല്ലാം കൂടുതലായിട്ട് ചൊല്ലിയ സ്വലാത്താണ്. ധാരാളം ആളുകൾ ചൊല്ലി നേർച്ച വച്ച് ചൊല്ലിയാൽ വലിയ ഫലം കാണുന്ന സ്വലാത്താണ്. നമ്മൾ മജ്ലിസിൽ ഈ മജ്ലിസ് ഫുള്ള് റബീഉൽ അവ്വൽ ഫുള്ള് നമ്മൾ ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഒരു മുറാദുടെ മനസ്സിൽ കരുതിക്കോളി. നടക്കും, തീർച്ചയായിട്ടും നടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരളിന്റെ ഘട്ടമായ ജീവന്റെ തുടിപ്പായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വലാത്താണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കൂടെ സ്വർഗത്തിൽ കടക്കേണ്ട മഹദിമാരെ, എന്റെ മഹദിമാരെ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? മഹദിയുടെ കൂടെ സ്വർഗം വേണ്ടേ? ദുനിയാവിൽ ഗൈസിലാവേണ്ടേ? നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണ്ടേ? ചൊല്ലിക്കോ സ്വലാത്തുൽ ഫാത്തിമിയ്യ ചൊല്ലിക്കോ. اللهم صل على النور وأهله. 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 اللهم صل على النور وأهله.
اللهم صل على النور وأهله 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 أرحم الراحمين يا അജാദിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചൊല്ലി തീർത്തു നീ സ്വീകരിക്കണം അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ജീവിതത്തിലെ അടങ്ങുകളെ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ നെയ്യത്ത് വെച്ച ഞങ്ങൾ നേർച്ച ചെയ്ത കാര്യം നീ സാധിപ്പിച്ച് നൽകണം അല്ലാഹ് ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കി തരണം അല്ലാഹ് ഹാസിലാക്കി നൽകണം അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മഹദിമാർക്ക് സഹോദരിമാർക്ക് നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ് അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ് അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ് ഈ റബീഉൽ അവ്വൽ മാസം ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ് നീ ഭാഗ്യം നൽകണം അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്ത് എല്ലാവർക്കും വേണ്ടി അവസാനം നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തമായിട്ട് വീടില്ല, 30 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് വീടില്ലാത്തത് കൊണ്ട് വളരെയധികം വിഷമത്തിലാണ്. ദുആ ചെയ്യണേ. അർഹമർ റഹീമീനായ തമ്പുരാനേ, നീ ഖൈറായൊരു മസ്കൻ നീ എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ തമ്പുരാനേ. തങ്ങളുപ്പാ എൻ്റെ അയൽവാസി കാക്കാക്ക് കാലിന് ഭയങ്കര വേദനയാണ്, ബ്ലോക്കാണ്, പാവം വേദന കൊണ്ട് കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല. അതിന് ശിഫയുണ്ടാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. റഹ്മർ റഹീമീനായ തമ്പുരാനേ, ആ സഹോദരന്റെ എല്ലാ പ്രയാസങ്ങൾക്കും നീ ആജിലായ കാമിലായ ശിഫ കൊടുക്കണല്ലോ. നീ ശിഫയേകണേ തമ്പുരാനേ. ഉസ്താദേ, എൻ്റെ മകനെ പെരിസായി വാന്തി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണല്ലോ, നീ ശിഫയേകണേ തമ്പുരാനേ. എൻ്റെ മകളുടെയും മരുമകളുടെയും ജോലിയിൽ ബർക്കത്തുണ്ടാവാനും നല്ല ജീവിതം കിട്ടുവാനും ദുആ ചെയ്യണേ. അർഹമർ റഹീമീനായ തമ്പുരാനേ, അല്ലാഹുവേ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണല്ലോ, അഭിവൃദ്ധി കൊടുക്കണല്ലോ, എല്ലാ ഖൈറുകളും നീ അടുപ്പിച്ച് കൊടുക്കണല്ലോ, എല്ലാ രോഗങ്ങളും മാറാൻ ദുആ ചെയ്യണം തങ്ങളെ. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണല്ലോ, രോഗങ്ങൾക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിലും മകൻ്റെ ജോലിയിലും ബർക്കത്തുണ്ടാവാനും മകൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവാനും ഒരുപാട് കടമുണ്ട്, അത് വീടാനും ഖൈറായ മാർഗമുണ്ടാവാനും ഞങ്ങളിപ്പോൾ ദുആ ചെയ്യണേ. അല്ലാഹു എല്ലാം നീ റാഹത്തിനാക്കി കൊടുക്കണല്ലോ, ജോലിയിലെല്ലാം നീ ബർക്കത്ത് കൊടുക്കണല്ലോ, അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനേ. മോന് വയറിൻ്റെ അസുഖമായിട്ട് വിഷമത്തിലാണ്, ശിഫ കിട്ടാൻ ദുആ ചെയ്യണം ഞങ്ങളിപ്പോൾ. മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണല്ലോ, നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണല്ലോ. ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണല്ലോ. മകളുടെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം തങ്ങളെ. നിസ്കരിക്കാനുള്ള മടി മാറാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് പൊന്നുമോൾക്ക് നീ കൊടുക്കണല്ലോ, മടിയും എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണല്ലോ. മകന് വിദേശത്ത് നൈറ്റാണ് ജോലി, പകൽ ജോലിയാവാനും നല്ല റാഹത്തുണ്ടാവാനും ദുആ ചെയ്യണേ.
ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണേ. കൊച്ചുമോൻ ഒരു വണ്ടി നോക്കാൻ പോവുകയാണ്, എല്ലാം റാഹത്തിനാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞങ്ങളിപ്പാ എനിക്ക് കടയിൽ കച്ചവടം കുറവാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എല്ലാം മാറിക്കിട്ടാൻ ദുആ ചെയ്യണേ. ഉമ്മച്ചാന്റെ ക്യാൻസർ രോഗം ശിഫയാവാൻ ദുആ ചെയ്യണേ. നീ ആജിലായ കാമിലായ ശിഫ കൊടുക്കണല്ലോ. അവരെ ജോലിയിലും കച്ചവടത്തിലും നീ ബർക്കത്ത് കൊടുക്കണല്ലോ. എന്റെ മൂത്രസഞ്ചി താഴ്ന്നു എന്നാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ശിഫ കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവിനി ആജിലായ കാമിലായ ശിഫ കൊടുക്കണല്ലോ. ഭർത്താവിന് നല്ല ജോലി കിട്ടാനും വിസ കിട്ടാനും ദുആ ചെയ്യണേ. അല്ലാഹു എത്രയും പെട്ടെന്ന് ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു കൊടുക്കണല്ലോ. തങ്ങളെ എൻ്റെ മകള് ഒരാളെ സ്നേഹിക്കുന്നു, മക്കൾക്ക് പറ്റിയ ബന്ധമല്ല, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ പിന്മാറാനുള്ള മനസ്സ് പൊന്നുമോൾക്ക് കൊടുക്കണം അല്ലാ. തങ്ങളെ എൻ്റെ മരുമകൻ ഗൾഫിൽ വെച്ച് പ്രഷർ അടിച്ചു, കയറി ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്. തങ്ങളെ പെട്ടെന്ന് ശിഫ കിട്ടാൻ ദുആ ചെയ്യണേ. റഹ്മർ റഹീമീനായ തമ്പുരാനെ, നിങ്ങൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്റിന്റെ ഇസ്തിഗ്ഫാറിന്റെ സ്വലാത്തുകളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ ശിഫയേകണേ അല്ലാ. തങ്ങളെ മകന്റെ വിവാഹം പുത്തനാശയക്കാരുടെ ശറിൽപ്പെട്ട് ഖൈറായ നിലയിൽ നടക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഖൈറായ നിലയിൽ പൊന്നുമോന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നീ നടത്തി കൊടുക്കണമല്ലോ. എല്ലാ പ്രയാസവും മാറാൻ ദുആയിൽ ഉൾപ്പെടുത്തണമല്ലോ. പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണമല്ലോ. ഭർത്താവിൻ്റെ അസുഖം മാറാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ. മക്കൾ നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. എൻ്റെ മോൾക്ക് ഹലാലായ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. സ്ഥലം വിറ്റ് കിട്ടാൻ ദുആ ചെയ്യണേ. എല്ലാ മുറാദുകളും ഹസ്ലാവാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ, അങ്ങനെ ധാരാളം ദുആ വസിയത്ത് എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസ്ലാക്കണം അല്ലാഹ്. ധാരാളം രോഗികൾ അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിലെ ഈദാൻ അറിയാത്തവർ, മജ്ലിസിൽ ഇരുന്നു കൊണ്ട് മുറാദുകൾ മനസ്സിൽ കരുതിയവർ അല്ലാഹുവേ അല്ലാഹുവേ അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത
കിബറില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാ, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാ ഞങ്ങളിതാ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അല്ലാ അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്. ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്. അവർക്ക് കൊടുക്കല്ല അല്ലാഹ്. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാഹ്. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്. അവരെ നീ കൊയക്കല്ല അല്ലാഹ്. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണം അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്.
നമ്മളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ്. അല്ലാഹ് 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.